നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം തന്നെ ഏൽപ്പിച്ച ജോലി അതിഗംഭീരമായിട്ട് ചെയ്തു തീർത്തിരിക്കുകയാണ് ലീഗാസ്ലി. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇംഗ്ലണ്ട് മികച്ച പ്രകടനം നടത്തി ഇൻട്രീം കോച്ചായി വന്ന് ടീമിന് യുവേഫ നേഷൻസ് ലീഗിൻ്റെ ലീഗ് ബിയിൽ നിന്ന് ലീഗ് എയിലേക്ക് പ്രൊമോഷൻ വാങ്ങിക്കൊടുത്തിരിക്കുന്നു. ഇന്നലത്തെ മത്സരം തകർപ്പൻ വിജയം നേടിയതോടുകൂടി ഗ്രീസിനെ ഗോൾ ഡിഫറൻസിൽ മറികടന്നുകൊണ്ട് ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനക്കാരായി ഇംഗ്ലണ്ട്. ഇനി അടുത്ത യുവേഫ നേഷൻസ് ലീഗിൽ ലീഗ് എയിൽ തന്നെ കളിക്കും. ഇന്നലത്തെ കളി 5-0 അയർലൻഡിനെ അവർ തോൽപ്പിച്ചിരിക്കുന്നത്. 4 താരങ്ങളുടെ കന്നി ഗോള് പിറന്ന മത്സരം കൂടിയാണ്. അതുകൂടി ശ്രദ്ധിക്കണം. അവരുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ഗോളാണ് പിറന്നിരിക്കുന്നത് 4 താരങ്ങൾക്ക്. ആൻ്റണി ഗോർഡൻ, കോണോർ ഗയേഗർ, ജെറോഡ് ബോവൻ, ടൈലർ ഹാർവുഡ് ബെലീസ്, ഈ താരങ്ങളുടെ കന്നി അന്താരാഷ്ട്ര ഗോള് പിറന്നു. 5-0 വിജയം. ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. രണ്ടാം പകുതിയിൽ അയർലൻഡിന് മേൽ അങ്ങ് ഗോൾ വർഷം നടത്തുകയായിരുന്നു ഇംഗ്ലണ്ട്. ഹാരി കെയ്ൻ പെനാൽറ്റിയിലൂടെ 53-ാമത്തെ മിനിറ്റിൽ ആദ്യ ഗോൾ കണ്ടെത്തുന്നു. ഗോർഡൻ്റെ ഗോൾ 55-ാമത്തെ മിനിറ്റിലും ഗൈഗറുടെ ഗോൾ 58-ാമത്തെ മിനിറ്റിലും വന്നതോടുകൂടി അയർലൻഡിനെ പൂർണ്ണമായിട്ടും വരിഞ്ഞു മുറുക്കി കഴിഞ്ഞിരുന്നു. 75-ാമത്തെ മിനിറ്റിൽ ബോവനും 79-ാമത്തെ മിനിറ്റിൽ ഹാർവർഡ് ബെല്ലിസും ഗോൾ അടിച്ചതോടെ 5-0 തകർപ്പൻ വിജയത്തിലേക്ക് ഇംഗ്ലണ്ട് കടന്നു പോവുകയും 6 മത്സരങ്ങൾ, ഗ്രൂപ്പിൽ 6 മത്സരങ്ങൾ, ലീഗ് ബിയുടെ ഗ്രൂപ്പ് 2-ൽ 6 കളികളിൽ നിന്ന് 5 വിജയം 1 തോൽവി, 15 പോയിന്റോടെ ഒന്നാം സ്ഥാനത്ത്. ഇതിപ്പം 6 കളിയിൽ നിന്ന് 15 പോയിന്റ് ഗ്രീസിനും ഉണ്ടെങ്കിലും ഗോൾ ഡിഫറൻസിൻ്റെ കാര്യത്തിൽ ഇംഗ്ലണ്ട് ബഹുദൂരം മുന്നിലായി. പ്രത്യേകിച്ച് ഇന്നലത്തെ ഗോളടി മേളമൊക്കെ അതിനെ നന്നായിട്ട് സഹായിച്ചു. 13 അതായത് 16 ഗോളുകൾ അടിച്ചു, 3 തിരികെ വാങ്ങി, +13 എന്ന മികച്ച ഗോൾ ഡിഫറൻസ് ഇംഗ്ലണ്ടിനുണ്ട്. +7 മാത്രമാണ് ഗ്രീസിൻ്റെ ഗോൾ ഡിഫറൻസ്. അങ്ങനെ ഇംഗ്ലണ്ട് അടുത്ത സീസണിൽ ലീഗ് എയിലേക്ക് പ്രൊമോഷൻ വാങ്ങിയിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.